കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഈ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു, യൂണിഫോം ഉണ്ടായിരുന്നു, സ്കൂളിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അവസാനമായി ഈ സ്കൂളിലേക്ക് ഇന്ന് വരുമ്പോൾ സ്കൂൾ ബാഗോ അവൻ്റെ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ മറ്റ് ടിഫിൻ ബോക്സോ ഒന്നും തന്നെ ഇല്ലാതെ കൈയോടെ തണുത്ത് വിറങ്ങലിച്ച് ആ കുഞ്ഞ് ഇവിടേക്ക് വരികയാണ്. സാധാരണ ഇപ്പോൾ ഇവിടേക്ക് എത്തേണ്ട സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഓരോ വഴികളിലും ഓരോ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. അവൻ്റെ അതിദയനീയമായിട്ടുള്ള ഒരു മരണത്തെക്കുറിച്ച് അറിഞ്ഞ ആൾക്കാർ, അവനെ ഒരിക്കൽ പോലും കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ആയിരിക്കില്ല. അവരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ് അവന് അവസാനമായി ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. കാര്യം തങ്ങളുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിൻ്റെ വിയോഗമാണ് എന്ന് കരുതിക്കൊണ്ട് ഓരോ മനുഷ്യരും കാത്തിരിക്കുകയാണ്. അവർക്കൊക്കെ ആ കുഞ്ഞിനെ അവസാനമായി കാണാനുള്ള അവസരം നൽകിക്കൊണ്ട് തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റും ബന്ധുക്കളുമൊക്കെ തന്നെ ഇവിടെയൊക്കെ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുന്നത്. ഇവിടെ ഈ തിരുമുറ്റത്ത് ഓടിക്കളിച്ച കുഞ്ഞാണ്. ആ തിരുമുറ്റത്തേക്കാണ് വലിയ അവൻ്റെ ഒരു ഫ്ലെക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്ലെക്സിന് മുന്നിലേക്ക് ചേതനയേറ്റ ശരീരമായി അവൻ എത്തുകയാണ്. എല്ലാവർക്കും വലിയ വിഷമത്തോടു കൂടി രാവിലെ അധ്യാപകരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് ഓടിപ്പോകുന്ന അധ്യാപകരുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ഞാനിവിടെ തന്നെ ഉണ്ട്. അവർക്കൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും പറയാൻ സാധിക്കുന്നില്ല. വനിതാ അധ്യാപകരാണ് ഇവിടെ കൂടുതലുള്ളത്. അമ്മയ്ക്ക് സമാനമാണ് ഓരോ അധ്യാപകരും ഈ കുട്ടികളെ കാണുന്നത്. പലപ്പോഴും ക്ലാസ് ടീച്ചർ റുബി ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ റുബി ടീച്ചർ പറഞ്ഞത് അവൻ എപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ പറയും. വൈകുന്നേരങ്ങളിൽ അമ്മ ഫോണിൽ വിളിക്കാറുണ്ട്, സമൂഹ മാധ്യമങ്ങൾ വഴി അമ്മയോട് സംസാരിക്കാറുണ്ട്. പിറ്റേ ദിവസം വീട്ടിൽ വന്ന് ടീച്ചറെ അമ്മ എന്നോട് അത് പറഞ്ഞു, അമ്മ അവിടുത്തെ വീഡിയോസ് കാണിച്ചു തന്നു, അവിടുത്തെ രാജ്യത്തെ കാര്യങ്ങൾ കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരു വിഷമങ്ങൾ, അമ്മ നാട്ടിലില്ലാത്ത വിഷമങ്ങൾ ഒരു അമ്മയോടെന്ന പോലെ ഇവിടുത്തെ അധ്യാപകരോട് പങ്കുവച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ കുഞ്ഞ് ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ഏതൊരു കുഞ്ഞായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് അടക്കാൻ സാധിക്കില്ല. 13 വയസ്സ് മാത്രം ബാല്യമുള്ള ഒരു കുഞ്ഞ്. പക്ഷേ ഭാവിയിൽ ഒരു സൈനികനാവണം, രാജ്യസേവനം നടത്തണം, അതിലൂടെ ഒരു മികച്ച ഒരു ഭൗതിക സാഹചര്യം, തൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് കണ്ടു വളർന്ന ഒരു കുഞ്ഞാണ് അവൻ. അങ്ങനെ ഒരു കാരണവശാലും ഭാവിയിൽ തൻ്റെ തലമുറയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്കൂൾ തിരഞ്ഞെടുത്തത്. ഈ സ്കൂളിൽ മികച്ച ഒരു NCC സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ NCC സംവിധാനത്തിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ സൈന്യത്തിലേക്ക് കയറാനുള്ള ആദ്യ ചവിട്ടുപടിയാകുമെന്ന് കുഞ്ഞ് മനസ്സിൽ ആരോ കോറിയിട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ആ കുഞ്ഞ് ഇവിടെ പ്രവേശനം നേടിയത്. 37ാമത്തെ നമ്പറായി ആ ലിസ്റ്റിൽ NCCയിൽ പ്രവേശനം നേടിയ 37ാമനായി ആ ലിസ്റ്റിൽ അവൻ്റെ പേരുണ്ട്. പക്ഷേ ആ 37 എന്ന് പറയുന്ന അവൻ്റെ നമ്പർ ഇനി ബ്ലാങ്ക് ആണ്. ഈ സ്കൂളിൽ തന്നെ ഒരു കറുത്ത ചിഹ്നമായി മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് പറയേണ്ടത്. ആ യൂണിഫോം, കാക്കി യൂണിഫോമിന് വേണ്ടിയുള്ള അളവുകൾ എടുത്തിരുന്നു. ആ തയ്ച്ച് കൊണ്ടുവരുന്ന യൂണിഫോം ഇടാൻ അവനില്ല. അവൻ ഏറെ ആഗ്രഹിച്ചിരുന്ന NCC യൂണിഫോം ഇടാൻ ആ കുഞ്ഞില്ല. അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ അതൊക്കെ തന്നെ അവൻ്റെ കൂടെ അവനെ സെലക്ഷൻ നടത്തുന്ന സമയത്ത് അവൻ്റെ പരേഡുകളൊക്കെ തന്നെ അല്ലെങ്കിൽ അവൻ്റെ ഓട്ടവും ചാട്ടവും ഒക്കെ തന്നെ കണ്ട സഹപാഠികളായിട്ടുള്ള ചേട്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, NCCയുടെ കുഞ്ഞുങ്ങൾ കേഡറ്റുകളുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നു അവൻ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു, കൂട്ടുകാരനായിരുന്നു. അപ്പം തന്നെ അവൻ വലിയ സ്പോർട്സിൽ വലിയ താല്പര്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും അനുമാനിക്കാം ചിലപ്പോൾ നല്ല ഒരു സൈനികൻ ആവേണ്ടിയിരുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വിയോഗമാണ്. അതിന് എന്ത് കാരണം പറഞ്ഞാലും അത് നമ്മുടെ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പം തന്നെയാണ്. ഇപ്പോൾ ഈ സമയത്ത് പറയുന്നത് ഉചിതമാണോ എന്നറിയില്ലെങ്കിൽ പോലും ആ വൈദ്യുതി കമ്പി അവിടെ നിന്ന് മാറ്റിയിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം അവന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. അവന് ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റുന്ന ദിവസമാണ്. ഈ ശാസ്താംകോട്ടയിൽ ചെറിയ കണ്ടങ്ങളൊക്കെ തന്നെയുണ്ട്, പാടങ്ങളുണ്ട്, ചെറിയ രീതിയിലുള്ള വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. ആ വെള്ളത്തിൽ ഒക്കെ തന്നെ കുഞ്ഞ് അനുജനുമായി എത്തി നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കും. മഴയായാലും വെയിലായാലും ഫുട്ബോൾ കളിക്കാനും പഠിക്കാനും ഒക്കെ തന്നെ വലിയ രീതിയിൽ മുന്നിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ആ കുഞ്ഞ് ഇപ്പോൾ ഈ സ്കൂളിലേക്ക് വരാൻ പോവുകയാണ്.